നമസ്കാരം. ആകാശ യുദ്ധങ്ങളിൽ വിമാനങ്ങളെ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ സംരക്ഷിക്കുന്ന സ്റ്റെൽത്ത് അഥവാ അദൃശ്യ സാങ്കേതിക വിദ്യ അതിൻ്റെ ഏറ്റവും നിർണായകമായ പരിവർത്തന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. റഡാറുകളെ വെട്ടിക്കുക എന്ന പഴയ രീതിയിൽ നിന്ന് മാറി താപവികിരണങ്ങളെയും ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തെയും ഒരുപോലെ മറികടക്കുന്ന മൾട്ടി സ്പെക്ട്രൽ ഇവേഷൻ റേസിലേക്ക് ലോകശക്തികൾ പ്രവേശിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ 6ാം തലമുറ പോർവിമാനമായ F-47 NGAD ഇതിനോടകം തന്നെ ഈ സാങ്കേതിക വിദ്യയിൽ വലിയ മുന്നേറ്റങ്ങൾ കൈവരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പഴയകാല സ്റ്റെൽത്ത് വിമാനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി അവ പുറത്തുവിടുന്ന ഇൻഫ്രാറെഡ് അഥവാ താപതരംഗങ്ങളായിരുന്നു. എന്നാൽ ആധുനിക IRST സെൻസറുകൾ വിമാനങ്ങളുടെ എഞ്ചിനിൽ നിന്നുള്ള ചൂട് തിരിച്ചറിഞ്ഞ് അവയെ വേട്ടയാടുവാൻ തുടങ്ങിയതോടെയാണ് അദൃശ്യ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങൾ മാറാൻ തുടങ്ങുന്നത്. ഭാവിയുടെ പോർ വിമാനങ്ങളിൽ അത്യാധുനിക തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റങ്ങളാണ് അമേരിക്ക ഉൾപ്പെടുത്തുന്നത്. ജനറൽ ഇലക്ട്രിക് XA-102 പോലെയുള്ള അഡാപ്റ്റീവ് സൈക്കിൾ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നതിലൂടെ വിമാനത്തിനുള്ളിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നും ഘർഷണത്തിൽ നിന്നും ഉണ്ടാകുന്ന അമിതമായ ചൂട് ആഗിരണം ചെയ്യുവാൻ സാധിക്കും. വിമാനത്തിലെ ഇന്ധനത്തെ തന്നെ ഒരു ഹീറ്റ് സിങ്കായി ഉപയോഗിച്ച് ചൂട് പുറത്തേക്ക് വിടാതെ ആന്തരികമായി തണുപ്പിക്കുകയാണ് ഈ സാങ്കേതിക വിദ്യ ചെയ്യുന്നത്. ഇതിനൊപ്പം വിമാനത്തിൻ്റെ പുറംഭാഗത്ത് നൽകുന്ന ലോ എമിസിവിറ്റി കോട്ടിങ്ങുകൾ ആകാശത്തിൻ്റെ സ്വാഭാവിക താപനിലയുമായി വിമാനത്തെ ലയിപ്പിക്കുവാൻ സഹായിക്കുന്നു. ഇത് ശത്രുക്കളുടെ താപ സെൻസറുകൾക്ക് വിമാനത്തെ തിരിച്ചറിയുന്നത് അസാധ്യമാക്കി തീർക്കും. എഞ്ചിനിൽ നിന്നുള്ള പുകയുടെ ചൂട് കുറയ്ക്കുവാൻ F-22 വിമാനങ്ങളിൽ കാണുന്നത് പോലെയുള്ള പ്ലാറ്റിപ്പസ് ടെയിൽ നോസിലുകളും പുതിയ ഡിസൈനുകളിൽ പരിഷ്കരിച്ചു വരുന്നു. 6ാം തലമുറ വിമാനങ്ങൾ വെറുമൊരു യന്ത്രമല്ല, മറിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിയന്ത്രിക്കുന്ന ഒരു ഡിജിറ്റൽ സംവിധാനം കൂടിയാണ്. കോഗ്നിറ്റീവ് ഇലക്ട്രോണിക് വാർഫെയർ എന്നറിയപ്പെടുന്ന ഈ സാങ്കേതിക വിദ്യ ശത്രുക്കളുടെ റഡാർ തരംഗങ്ങളെ തത്സമയം നിരീക്ഷിക്കുകയും അവയ്ക്കനുസരിച്ച് വിമാനത്തിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് പ്രൊഫൈലിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു. എന്നാൽ ഈ മറ നീക്കി വിമാനങ്ങളെ കണ്ടെത്തുവാൻ ക്വാണ്ടം റഡാറുകൾ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യയും ചൈനയും. ക്വാണ്ടം ഇല്ലുമിനേഷൻ എന്ന തത്വം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ റഡാറുകൾക്ക് വിമാനത്തിൻ്റെ രൂപമോ പ്രത്യേകതരം പെയിൻറ്റോ തടസ്സമാകില്ല. വിമാനത്തിൻ്റെ ഉപരിതലത്തിൽ തട്ടി തിരികെ വരുന്ന ഫോട്ടോണുകളുടെ ക്വാണ്ടം ഫിംഗർ പ്രിൻറ്റ് വിശകലനം ചെയ്യുന്നതിലൂടെ അദൃശ്യ വിമാനങ്ങളെപ്പോലും കൃത്യമായി കണ്ടെത്തുവാൻ ഇത്തരം റഡാറുകൾക്ക് സാധിക്കും. 2026 ലോകം ഒരു സാങ്കേതിക സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങാനാണ് സാധ്യത എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഒരു വശത്ത് വിമാനങ്ങൾ തങ്ങളെ ഒളിപ്പിക്കുവാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗിക്കുമ്പോൾ മറുവശത്ത് ക്വാണ്ടം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവയെ വെളിച്ചത്ത് കൊണ്ടുവരാൻ റഡാറുകളും ശ്രമിക്കുന്നു. ഇതിനെ മറികടക്കാൻ ക്വാണ്ടം ജാമിംഗ് പോലെയുള്ള മാർഗങ്ങളും ഇപ്പോൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഡ്രോണുകൾ, ഉപഗ്രഹങ്ങൾ, ബുയികൾ എന്നിവയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റാറ്റിക് നെറ്റ്വർക്കിങ്ങുകൾ വഴി ഒരു വിമാനത്തെ എല്ലാ കോണുകളിൽ നിന്നും ഒരേ സമയം നിരീക്ഷിക്കുന്ന സംവിധാനവും നിലവിൽ വരികയാണ്. ചുരുക്കത്തിൽ ആകാശത്തെ അദൃശ്യ യുദ്ധം വർക്ക്ഷോപ്പുകളിൽ നിന്ന് കമ്പ്യൂട്ടർ പ്രോസസ്സറുകളിലേക്ക് മാറിയിരിക്കുന്നു. വിമാനത്തിൻ്റെ ആകൃതിയേക്കാൾ പ്രാധാന്യം അവയിലെ പ്രോസസ്സറുകൾ കൈകാര്യം ചെയ്യുന്ന വിവരങ്ങൾക്കായിരിക്കും. ആഗോളതലത്തിൽ പ്രതിരോധ രംഗത്ത് വലിയ ചർച്ചയാകുന്ന 6ാം തലമുറ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ സ്വന്തമാക്കുവാൻ ഭാരതം അതിവേഗം ചുവടുവെക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 2026 ഏപ്രിലിലെ കണക്കനുസരിച്ച് അത്യാധുനിക പോർ വിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കൂട്ടായ്മകളിൽ ചേരുന്നതിനെക്കുറിച്ച് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി ആലോചിച്ചു വരികയാണ്. ബ്രിട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാം അഥവാ GCAP, ഫ്രാൻസിൻ്റെ നേതൃത്വത്തിലുള്ള ഫ്യൂച്ചർ കോമ്പാറ്റ് എയർ സിസ്റ്റം അഥവാ FCAS എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഭാഗമാകുവാൻ ഇന്ത്യൻ വ്യോമസേന ഇതിനോടകം താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം പാർലമെൻ്ററി സമിതിക്ക് നൽകിയ റിപ്പോർട്ടിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ഇതിലൂടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് ലഭ്യമാകുവാൻ വലിയ സാധ്യതയാണ് തെളിഞ്ഞിരിക്കുന്നത്. അമേരിക്കയുമുള്ള പ്രതിരോധ സഹകരണം ഈ രംഗത്ത് ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടാകുന്നുണ്ട്. F-35 പോലെയുള്ള വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന തരം കരുത്തുറ്റ F-414 ജെറ്റ് എഞ്ചിനുകൾ ഇന്ത്യയിൽ തന്നെ സംയുക്തമായി നിർമ്മിക്കുന്നതിനുള്ള കരാർ 2026 നിർണായക ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. 80% സാങ്കേതിക കൈമാറ്റം വാഗ്ദാനം ചെയ്യുന്ന ഈ കരാർ വഴി എഞ്ചിൻ്റെ കോർ ഡിസൈൻ ഉൾപ്പെടെയുള്ള രഹസ്യ വിവരങ്ങൾ ഇന്ത്യക്ക് ലഭിക്കും. കൂടാതെ ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനുമായി ചേർന്ന് നൂതനമായ 120-140 കിലോ ന്യൂട്ടൺ ശേഷിയുള്ള എഞ്ചിനുകൾ വികസിപ്പിക്കുവാനും ഇന്ത്യ നീക്കം നടത്തുന്നുണ്ട്. ഇത്തരം എഞ്ചിൻ സാങ്കേതിക വിദ്യകൾ 6ാം തലമുറ വിമാനങ്ങൾക്ക് ആവശ്യമായ ലോ സിഗ്നേച്ചർ ഓപ്പറേഷനുകൾക്ക് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനമായ AMCA പദ്ധതിയും
ഈ സാങ്കേതിക വിദ്യയിലേക്കുള്ള പാലമായി മാറും. AMCAയുടെ ആദ്യ പ്രോട്ടോടൈപ്പ് 2026 അവസാനത്തോടെയോ 2027 ആദ്യത്തോടെയോ പുറത്തിറക്കാനാണ് ലക്ഷ്യമിടുന്നത്. 6ാം തലമുറയുടെ പ്രത്യേകതകളായ ഡ്രോൺ സ്വാമുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത യുദ്ധമുറകൾ, താപവികിരണം കുറയ്ക്കുവാനുള്ള അഡ്വാൻസ്ഡ് തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നിവ AMCAയുടെ 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്താനാണ് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO പദ്ധതിയിടുന്നത്. എസ്-ഷേപ്പ് എയർ ഇൻടേക്ക് പോലെയുള്ള സ്റ്റെൽത്ത് ഫീച്ചറുകളിൽ ഇന്ത്യ ഇതിനോടകം തന്നെ 98% വിജയം കൈവരിച്ചിട്ടുണ്ട്. സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്തുവാനുള്ള ക്വാണ്ടം റഡാർ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ലോകശക്തികൾക്കൊപ്പം എത്തിയെന്നത് മറ്റൊരു സുപ്രധാനമായ കാര്യമാണ്. 2026 ജനുവരിയിൽ പ്രഖ്യാപിച്ച മിലിറ്ററി ക്വാണ്ടം മിഷൻ വഴി ക്വാണ്ടം സെൻസറുകളും റഡാറുകളും വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ വലിയ മുന്നേറ്റം ഇതിനോടകം നടത്തിക്കഴിഞ്ഞു. ഇന്ത്യൻ നാവികസേനയുടെ വരാനിരിക്കുന്ന പ്രോജക്റ്റ് 17B യുദ്ധക്കപ്പലുകളിൽ തദ്ദേശീയമായി നിർമ്മിച്ച ക്വാണ്ടം റഡാറുകൾ ഉൾപ്പെടുത്തുവാനാണ് തീരുമാനം. ഇത് ശത്രുക്കളുടെ എത്ര വലിയ അദൃശ്യ വിമാനങ്ങളെയും കണ്ടെത്തുവാൻ ഇന്ത്യയെ സഹായിക്കും. ചുരുക്കത്തിൽ അന്താരാഷ്ട്ര കൂട്ടായ്മകളിലെ പങ്കാളിത്തത്തിലൂടെയും തദ്ദേശീയമായ ഗവേഷണങ്ങളിലൂടെയും അടുത്ത ഒരു ദശകത്തിനുള്ളിൽ ലോകത്തെ മുൻനിര സ്റ്റെൽത്ത് ശക്തിയായി മാറുവാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനമായ AMCA, 6ാം തലമുറ സാങ്കേതിക വിദ്യകൾ എന്നിവ സ്വന്തമാക്കുന്നത് പാകിസ്ഥാൻ്റെ പ്രതിരോധ തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2026 കണക്കനുസരിച്ച് ദക്ഷിണേഷ്യൻ വ്യോമപാതകളിൽ ആദ്യമായി അദൃശ്യ യുദ്ധവിമാനങ്ങൾ അഥവാ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ എത്തുന്നത് മേഖലയിലെ സൈനിക സന്തുലനാവസ്ഥയെ സാരമായി ബാധിക്കും. ഇന്ത്യയുടെ ഈ മുന്നേറ്റത്തെ പ്രതിരോധിക്കുവാൻ ചൈനയുടെ സഹായത്തോടെ 5ാം തലമുറ പോർ വിമാനങ്ങൾ എത്രയും വേഗം സ്വന്തമാക്കാനുള്ള കടുത്ത സമ്മർദ്ദത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ. ഇന്ത്യയുടെ സ്റ്റെൽത്ത് ശേഷി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയാകുന്നത് അവയുടെ അദൃശ്യ സ്വഭാവം കൊണ്ടുകൂടിയാണ്. പാകിസ്ഥാൻ്റെ നിലവിലുള്ള റഡാർ സംവിധാനങ്ങളെ വെട്ടിച്ച് അതിർത്തി കടന്ന് ആക്രമണം നടത്തുവാൻ AMCA പോലെയുള്ള വിമാനങ്ങൾക്ക് സാധിക്കും. ഇത് പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ ശൃംഖലയെ അപ്രസക്തമാക്കുമെന്ന് ഇസ്ലാമാബാദിലെ പ്രതിരോധ വിദഗ്ധർ ഭയപ്പെടുന്നു. ഈ വെല്ലുവിളി മറികടക്കുവാൻ ചൈനയിൽ നിന്ന് അത്യാധുനികമായ J-35 സ്റ്റെൽത്ത് വിമാനങ്ങൾ വാങ്ങാനുള്ള നീക്കം പാകിസ്ഥാൻ വേഗത്തിലാക്കിയിട്ടുണ്ട്. 2026 മധ്യത്തോടെ ഈ വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമസേനയുടെ ഭാഗമാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതോടെ ദക്ഷിണേഷ്യയിൽ ആദ്യമായി 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ കൈവശമുള്ള രാജ്യമെന്ന പദവി താൽക്കാലികമായെങ്കിലും നേടാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ ക്വാണ്ടം റഡാർ സാങ്കേതിക വിദ്യയും 6ാം തലമുറയിലെ AI അധിഷ്ഠിത യുദ്ധമുറകളും പാകിസ്ഥാൻ്റെ ഈ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകും. ചൈനയിൽ നിന്ന് ലഭിക്കുന്ന J-35 വിമാനങ്ങളെപ്പോലും കണ്ടെത്താൻ ഇന്ത്യ വികസിപ്പിക്കുന്ന ക്വാണ്ടം റഡാറുകൾക്ക് സാധിക്കുമെന്നത് പാകിസ്ഥാൻ്റെ സ്റ്റെൽത്ത് മോഹങ്ങളെ വെല്ലുവിളിക്കുന്നു. ഇതിന് പ്രതിവിധിയായി ചൈനീസ് നിർമ്മിത KJ-500 ഏർലി വാർണിംഗ് റഡാറുകളും HQ-19 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും പാകിസ്ഥാൻ അതിർത്തിയിൽ വിന്യസിച്ച് വരികയാണ്. ഇന്ത്യയുടെ AMCA 2030കളുടെ മധ്യത്തോടെ മാത്രമേ പൂർണ്ണ സജ്ജമാകൂ എങ്കിലും നിലവിലുള്ള റഫാൽ സുഖോയ് വിമാനങ്ങളുടെ നവീകരണവും പുതിയ സ്റ്റെൽത്ത് വിരുദ്ധ സാങ്കേതിക വിദ്യകളും പാകിസ്ഥാൻ്റെ സൈനിക പ്ലാനുകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ നിർബന്ധിതരാക്കി. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് ഇന്ത്യയുടെ ഈ സൈനിക മുന്നേറ്റങ്ങൾക്കൊപ്പം നിൽക്കുക എന്നത് തന്നെ വലിയൊരു ബാധ്യതയാകുന്നുണ്ട്. ഇന്ത്യ തദ്ദേശീയമായി സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുമ്പോൾ പാകിസ്ഥാൻ പൂർണ്ണമായും ചൈനീസ് ഇറക്കുമതിയെ ആശ്രയിക്കേണ്ടി വരുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ അവർക്ക് തിരിച്ചടിയാകും. ആഗോളതലത്തിൽ പ്രതിരോധ മേഖലയിലെ മുൻനിര രാജ്യങ്ങളുമായി ഇന്ത്യ നടത്തുന്ന സാങ്കേതിക കൈമാറ്റങ്ങൾ പാകിസ്ഥാൻ്റെ നയതന്ത്രപരമായ ഒറ്റപ്പെടലിനും കാരണമായേക്കാം. വരും വർഷങ്ങളിൽ ഒരു സ്റ്റെൽത്ത് യുദ്ധവിമാന മത്സരത്തിന് ദക്ഷിണേഷ്യ സാക്ഷ്യം വഹിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. ഇത് മേഖലയിലെ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാനും സൈനികമായ ജാഗ്രത കൂട്ടുവാനും ഇടയാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.